നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല നീരുവീഴ്ചയൊക്കെ ആയിരുന്നു കേട്ടോ. സാധാരണ എനിക്ക് കർക്കിടക മാസത്തിലാണ് ഇങ്ങനെ അസുഖം വരിക. അതായത് കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ശിവോതിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാരണം എല്ലാ കൊല്ലത്തിലും കർക്കിടക മാസത്തിൽ ഒരു കിടപ്പാവാറുണ്ട്. ഈ പ്രാവശ്യം പക്ഷേ അത് സംഭവിച്ചില്ല. കാരണം എനിക്കൊരു വ്രതം ഉണ്ടായിരുന്നല്ലോ, രാമായണം മുഴുവനും വായിച്ചെത്തി ഇടണമെന്ന്. അത് കാരണം കൊണ്ടാണ് തോന്നുന്നു എന്നെ കർക്കിടക മാസത്തിൽ ഒരസുഖവും ബാധിച്ചില്ല. പക്ഷേ അത് ചിങ്ങമാസത്തിലാണ് ബാധിച്ചത്. പക്ഷേ ഇങ്ങനെയും പറയും കേട്ടോ, ജന്മമാസത്തിൽ അസുഖം വരും എന്നൊക്കെ പറയും, ഇങ്ങനെ പനിയൊക്കെ വരുന്ന പറയുക. അപ്പം ജന്മമാസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിറന്നാളൊക്കെ ആയിരുന്നു, അത്തത്തിനാൾ. അന്നൊക്കെ നല്ല പനിയുണ്ടായിരുന്നു കുറച്ചായിട്ട്. എന്നാൽ ഞാൻ കുളിച്ചു, അമ്പലത്തിലൊക്കെ പോയി കേട്ടോ. പിന്നെ ആഗ്രഹം ഒന്നും നടന്നില്ല. ഞാൻ വിചാരിച്ചത് അത്തച്ചമയം കാണാനായിട്ട് തൃപ്പൂണിത്തുറ. ഞാൻ ആദ്യം പറഞ്ഞത് തൃക്കാക്കര എന്നാണല്ലേ. തൃക്കാക്കര അല്ലാന്ന് എനിക്കൊരാൾ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃക്കാക്കര അല്ല, അത്തച്ചമയം. എനിക്ക് തെറ്റി തന്നെയാണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ തന്നെയാണ്. പൂർണ്ണവേദപുരിയിലാണ് അത്തച്ചമയം ആഘോഷം ഉള്ളത്. തൃക്കാക്കര ഉത്സവമുണ്ട്. അപ്പം ഞാൻ തെറ്റി പറഞ്ഞതാണ്, ഓർമ്മയില്ലാണ്ട് പറഞ്ഞു പോയതാട്ടോ, സോറി. അപ്പോൾ എനിക്ക് പക്ഷേ തിരുത്തി തരാനായിട്ട് എൻ്റെ ഒരു നല്ല പ്രിയപ്പെട്ട വ്യൂവർ തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയാണ് ടീച്ചറെ അത്തച്ചമയമൊക്കെ എന്ന്. ശരി, അപ്പോൾ എനിക്ക് ഓർമ്മ വന്നേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, ലേശ്വര, സോറി കേട്ടോ. അപ്പം ഞാൻ തിരുത്തിയിരിക്കണു. എന്തായാലും എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല കോൾഡായിരുന്നു. അകലേക്ക് യാത്ര ചെയ്യാനുള്ള സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നിറവേറിയില്ല. ഇനി അടുത്ത കൊല്ലാവാം അല്ലേ. എന്തെങ്കിലും ആവട്ടെ, ഭഗവാൻ വിളിക്കുമ്പോഴാണ് നമുക്ക് അവിടേക്ക് പോകാനായിട്ട് യോഗ ഉണ്ടാവുള്ളൂ എന്ന് പറയാം അല്ലേ. എന്തായാലും പിടിക്കട്ടെ. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. പനിയൊക്കെ മാറി കേട്ടോ. എന്നാലും കുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം ഞാൻ തല കുളിക്കാണ്ടൊക്കെ ഇരുന്നു. ഇപ്പം ശരിയായിട്ടുണ്ട്. ഒരു ശബ്ദം അങ്ങോട്ട് മുഴുവൻ ക്ലിയർ ആയിട്ടില്ല. ജയശ്രീ ഇപ്പോൾ 2 ദിവസമായിട്ട് മുടക്കാണ്. ജയശ്രീക്ക് തിരിച്ച കോൾഡ് ഉണ്ട്. മാത്രമല്ല ജയശ്രീയുടെ മോൻ്റെ കല്യാണമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ആയിട്ട് മുടങ്ങിയിരിക്കുകയാണ്. ഈ തിരിച്ച നീരുവീഴ്ച ഉണ്ട്, താനും മരുന്നും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി പറ്റില്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഉള്ളൂ. എന്തായാലും സാരില്ല. ഞാനിപ്പോൾ രാവിലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. രാവിലെ എഴുന്നേറ്റു, റാഗി ദോശ ഉണ്ടാക്കി, ചട്നി ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ഞാൻ ഓട്സാണ് കഴിച്ചിട്ട്. എനിക്ക് ഓട്സാണ് ഇഷ്ടം. കാരണം ഓട്സ് കഴിക്കുമ്പോൾ കഞ്ഞി കുടിക്കുന്ന പോലെയാണ് കഴിക്കുക. അപ്പോൾ നല്ല സുഖമാണ്, ശരീരത്തിന് നല്ല സുഖമാണ്. വിശപ്പും മാറും. ചൂടുള്ള കഞ്ഞി കുടിക്കുന്ന പോലെ ഒരു സുഖമാണ്. എനിക്ക് റാഗി ദോശയേക്കാൾ ഇഷ്ടം കൂടുതൽ ഇത് തന്നെയാണ് കേട്ടോ. അത് കഞ്ഞി തന്നെയാണ്. എന്തായാലും അതൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കലയ്ക്ക് എന്താ ഉണ്ടാക്കണ്ടേന്ന് വെച്ചപ്പോഴാണ് കോവയ്ക്ക കൊണ്ട് വെച്ചിട്ടുണ്ട്. കാലത്ത് ഈ റാഗിക്ക് ഞാൻ വെണ്ടക്കായ ഉപ്പേരി വെച്ചത് കേട്ടോ. വെണ്ടക്കായ മെഴുക്ക് പുരട്ടി, നമ്മുടെ വെണ്ടയമെന്ന് വെണ്ടക്കായ പൊട്ടിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, അത് കഴിച്ചു. പിന്നെ ഉച്ചക്കലയ്ക്ക് കോവയ്ക്ക ഇരുന്നിരുന്നു. ആ കോവയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് കേട്ടോ. അത് നമ്മുടെ ഇവിടുത്തെ കോവയ്ക്ക അത്ര ആയിട്ടില്ല, അപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ കോവയ്ക്ക നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കോവയ്ക്ക കഴിഞ്ഞ ദിവസം കയ്പ്പയ്ക്ക, കോവയ്ക്ക ഒക്കെ വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു 2 കയ്പ്പയ്ക്ക ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ട് കണ്ടോ. ഇതിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് കോവയ്ക്ക, രാജേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കോവയ്ക്ക കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല, എങ്കിലും നല്ലോണമൊക്കെ വെച്ചാൽ കഴിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു അവിയൽ വയ്ക്കാമെന്ന്. അവിയൽ ഇഷ്ടപ്പെട്ട കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അവിയൽ. അത് കോവയ്ക്ക മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ കയ്പ്പയ്ക്കൊക്കെ വേണമെങ്കിൽ കൂട്ടിടാം. പക്ഷേ ഇത് മാത്രം വെച്ച് നോക്കാം കേട്ടോ. നല്ലതാണ്, ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഓക്കെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ഓണമൊക്കെ അടുത്ത് തുടങ്ങിയില്ലേ? എനിക്കറിയാം. ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ടതിനും ആരുടെയും ഇങ്ങനെ കൂടുതൽ കമൻറ്റ് ചെയ്യാറൊന്നുമില്ല. കാരണം എൻ്റെ തന്നെ ആൾക്കാരുടെ കമൻറ്റിന് ഉത്തരം ഞാൻ എഴുതണില്ല. അപ്പോൾ ക്ഷീണം പോലെ തോന്നുകയാണ്. അപ്പം ഞാൻ ആൾക്കാരുടെ കാണുന്നുണ്ട്, എനിക്കിഷ്ടമാവുന്നുണ്ട് നിങ്ങളുടെയൊക്കെ. എല്ലാവർക്കും അഡ്വാൻസ്ഡ്
ഓണം വിഷസ്. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുക, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്തപ്പൂക്കളമൊക്കെ ഞാൻ ഇടും കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും. പിന്നെ എനിക്കൊരു സന്തോഷം പറയാനുള്ളത്, ഏകദേശം 2 ദിവസത്തിനുള്ളിൽ എനിക്കൊരു പക്ഷേ ലക്ഷപ്രഭു ആവാട്ടോ. ലക്ഷപ്രഭു പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടും അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ടും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ലക്ഷത്തിൻ്റെ അടുത്തെത്താറായി. എന്തായാലും 2 ദിവസത്തിനുള്ളിലാവുന്നത് ഞാൻ വിചാരിക്കണത്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ. ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടായിട്ടില്ല, സന്തോഷമാണത്. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. തുടങ്ങാം. കോവയ്ക്ക് ഞാനേ നുറുക്കിയിട്ടോ. ഇതേപോലെയാണ്. വലുതൊക്കെ 2 കഷ്ണാക്കിയതിന് ശേഷം ഒന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കനം കുറച്ചാക്കുക. 5-6 കഷ്ണങ്ങളൊക്കെ ആക്കൂട്ടോ, ഓരോ പകുതിയും. അപ്പോൾ തീരെ കനം കുറച്ചിട്ടാണ് നുറുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ പാത്രത്തിലാണ് ഞാൻ വെക്കണത് കേട്ടോ. വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ ഇത് നുറുക്കിയിരിക്കണത്. കണ്ടോ, വേഗം വേവാനാണ്. ഇനി തക്കാളി ഒരെണ്ണം ഇടാം കേട്ടോ. അത് ഞെട്ടി ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിടാം. 2 കഷ്ണവും ഇതുപോലെ ഇടാം കേട്ടോ. തക്കാളി നല്ലതാണ്, ഒരു ചെറിയ പുളി ഉണ്ടാവും ഇതിന്. ഒറ്റയ്ക്കായാലും വെക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല തക്കാളി വേണമെന്ന്. നുറുക്കൽ കഴിഞ്ഞു. ഇനി അതിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഇടണ്ട കേട്ടോ. ഉപ്പിട്ടു. പകരം ഞാൻ പച്ചമുളക് ഇടുന്നത് കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ട് നീളത്തിൽ കീറിയിട്ട്, വലുതാണെങ്കിൽ ഒന്നുകൂടി മുറിക്കാം. ഇങ്ങനെ ചെറുതാണെങ്കിൽ 2 കഷ്ണമായി 2 ആക്കി പീസാക്കിയാൽ മതി. ഇങ്ങനെ കണ്ടോ ഇട്ടു. പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇത് വേവണമെങ്കിൽ ഇത്തിരി സമയം പിടിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. വെച്ചു. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വേവട്ടെ. കുറച്ച് നേരം പിടിക്കും. 2-3 വട്ടം തുറന്നൊക്കെ നോക്കണം വെള്ളം വറ്റുണ്ടോയെന്നൊക്കെ കേട്ടോ. നാളികേരം 1 മുറി നാളികേരം ഞാൻ വെച്ചിട്ടുണ്ട്. അത് ചെരുകട്ടെ കേട്ടോ. ഇത് തിളച്ച് വരുമ്പോഴേക്കും അത് ചെരുകി കൊണ്ടുവരാം. നാളികേരം ചെരുകി കൊണ്ടുവന്നു. തിളച്ചു കേട്ടോ. നോക്കൂ, വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ, പക്ഷെ ഒന്നും ആയിട്ടില്ല, വെന്തിട്ടേ ഇല്ല. അടച്ചു വയ്ക്കാം. കോവയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വേവില്ല, വെന്താലും ഉടയൂല്ല കേട്ടോ. കണ്ടോ, നാളികേരം ഇത്ര എടുത്തിട്ടുണ്ട്, 1 മുറി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിടാണ്, മിക്സിയുടെ ജാറിൽ ഇടുകയാണ്. ഇനി അതിലൊട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട. കുറച്ച് കണ്ടോ ഇത് ഇത്രയുണ്ട്. ജീരകം ഇടാം. 1 ടീസ്പൂൺ ജീരകം കൈകൊണ്ട് ഇടണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു രൂപം 1 ടീസ്പൂണോളം ജീരകം ഇട്ടു. പിന്നെ 2 പച്ചമുളക്, പിന്നെ ചെറിയ കാന്താരി മുളകും ഉണ്ട് കേട്ടോ എരിവിന്, അതും ഇട്ടുണ്ട് ഇതിൽ. ഒറ്റ കറക്കിയെടുക്കാം. ഇത് കറക്കി എടുത്തു കേട്ടോ. ഒട്ടും വെള്ളം വേണ്ട, നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഒന്നുകൂടി നോക്കാം കേട്ടോ. ഇത് വെള്ളം കുറച്ചും കൂടി ഉണ്ട്, ഒന്നുകൂടി വേവാനുണ്ട്. വേവട്ടെ. അടച്ചെന്നെ വയ്ക്കാം. വീണ്ടും നല്ലോണം വെള്ളം വറ്റട്ടെ, അപ്പോഴേക്കും വേവും എന്തായാലും. വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ വറ്റിയിട്ടാ. വെന്തു. ഇത്തിരി തൈര് ഒഴിക്കാം കേട്ടോ. ചെറിയ പുളിയുള്ള തൈര്, അധികമില്ലേ പുളി, ചെറിയ പുളി. നല്ല ടേസ്റ്റാണ്. സദ്യക്കൊക്കെ അവിയലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തൈര് അത്ര ഒഴിക്കുക. കട്ടത്തൈര് കട്ടുടച്ചിട്ട് ഒഴിക്കും. അതൊഴിച്ച് തിളയ്ക്കൊന്നും വേണ്ട. അടുപ്പത്ത് തീ കത്തുന്നുണ്ട് ഓൾറെഡി. കറിവേപ്പില കുറച്ച് ഊരിയിടാം. എന്നിട്ട് നമ്മൾ ഈ ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ച നാളികേരം ഉണ്ടല്ലോ, അരക്കല്ല ഒതുക്കിയതെന്ന് പറയാം, അതിലേക്ക് ഇടുക. നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. കണ്ടോ, ഉലർന്ന് കിട്ടും. ഈ വേറെ കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ഒന്നും കൂടി വെന്ത് പോയേനെ. കോവയ്ക്ക അങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കില്ല, നല്ല സാധനമാണേ.
ഒന്നും തൊടുവില്ല, നീങ്ങി കിടന്നോളൂ അവർ. അവിയലുണ്ടാക്കാൻ ബെസ്റ്റ് സാധനം കേട്ടോ. തീ ഓഫാക്കി ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, ഈ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒതുക്കി വയ്ക്കാം കേട്ടോ. നമുക്ക് എല്ലാം മിക്സായില്ലോ, ഒന്ന് ഒതുക്കി ഇങ്ങനെ വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? വെളിച്ചെണ്ണ ഒഴിക്കാം, നന്നായിട്ട് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെങ്കിലും ഒഴിക്കണം. വെളിച്ചെണ്ണ അങ്ങനെ ശരിക്കും സദ്യയുടെ അതിലൊക്കെയാണ് ഇങ്ങനെ ഒലിച്ച് വരും പുറത്തേക്ക്. അത്രയധികം വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും. നമ്മൾ വീട്ടിലിപ്പോൾ അത്രയധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അടച്ചു വെച്ചു. ഇപ്പം നമ്മുടെ പണി കഴിഞ്ഞു. തുറന്ന് നോക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ, ഉപ്പും മുളകൊക്കെ ഉണ്ടോ, സ്വാദുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഞാൻ തന്നെ നോക്കട്ടെ എന്ന് കേട്ടോ. ഒരു കഷ്ണമുള്ളൂ എങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ പറയുക ഒരുപാട് കഷ്ണം ഇട്ടിട്ടുണ്ടാക്കാമെന്നാണ് പറയുക. സ്വാദുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒരു കഷ്ണമുള്ളൂ വെച്ചാൽ ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട, ഇഷ്ടാവും നിങ്ങൾക്ക് കേട്ടോ. ഇത് ചേട്ടൻ്റെ ഡിയറസ്റ്റ് സാധനമാണ്. എങ്ങനെയുണ്ട് നോക്കി പറയുമോ? എന്താന്ന് പറയണം, എങ്ങനെയാന്ന് പറയണം. കൈസേഹേ എന്താന്ന് മനസ്സിലായ? കോവയ്ക്ക അവിയൽ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടമായ? പുളിഞ്ചി ചേട്ടത്തിരി തരാട്ടോ.